ക്യാരറ്റ് ഇരിപ്പുണ്ടോ വീട്ടിൽ? എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഇതും കൂടി ഉണ്ടാക്കിക്കോളൂ. കിടിലൻ ടേസ്റ്റാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഇന്ന് സെലക്ട് ചെയ്ത കമൻസ് കാണാം. ഈ ഒരു വലിയ ക്യാരറ്റാണ് ഈ റെസിപ്പിക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇല്ലെങ്കിൽ നിങ്ങൾ കത്തി വെച്ചിട്ട് വളരെ കനം കുറഞ്ഞിട്ട് നിങ്ങളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും ഇത് പൊടിച്ചെടുക്കരുത്. നമുക്കിതിങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം. മിക്സിയുടെ ജാറിലിട്ടാൽ ഇതിൻ്റെ ടേസ്റ്റേ കംപ്ലീറ്റ് മാറിപ്പോകും. അപ്പോൾ ക്യാരറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക. അത് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ പായസമൊക്കെ ചെയ്തെടുക്കുമ്പോൾ നെയ്യിലല്ലേ ചെയ്തെടുക്കാറ്, അതുപോലെ തന്നെയാണ്. ഓയിൽ ചേർക്കരുത്, നെയ്യ് തന്നെ ചേർക്കണം. അത് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ അതില്ലെങ്കിലും സാരമില്ല, ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആരും കമൻറ്റ് ചെയ്യുന്ന കാര്യം മറന്നിട്ടില്ലല്ലോ. അപ്പോൾ ഈ റെസിപ്പിക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇപ്പം നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ക്യാരറ്റിൻ്റെ ഒരു പച്ച സ്മെല്ലങ്ങ് പോയി കിട്ടും നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ. നമ്മൾ ക്യാരറ്റ് ഹൽവ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ ക്യാരറ്റിലേക്ക് പഞ്ചസാര ചേർക്കുമ്പോൾ ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ആകും. അപ്പോൾ ഒരു കാരമലൈസ് ആയൊരു ടേസ്റ്റും അതേസമയം നല്ലൊരു കളറും കിട്ടും നമ്മുടെ ഈ റെസിപ്പിക്ക്. അപ്പോൾ നമ്മൾ പാലൊഴിച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ഇടുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മളിങ്ങനെ ക്യാരറ്റിലേക്ക് പഞ്ചസാര ഇടുന്നതാകും. അപ്പോൾ പഞ്ചസാര എല്ലാം നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 കപ്പ് അളവിൽ പാല് ചേർക്കുന്നുണ്ട്. പശുവിൻ പാലാണ്. നിങ്ങൾക്ക് ഇതേ സെയിം റെസിപ്പി തേങ്ങാപ്പാലിലും ചെയ്തെടുക്കാം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1-ാം പാലിൽ നമ്മുടെ ക്യാരറ്റ് വേവിച്ചെടുക്കുക. ശേഷം 2-ാം പാലിൽ അവസാനമായിട്ട് ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം. പക്ഷേ തേങ്ങാപ്പാലിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അവസാനം നെയ്യിലേക്ക് നമ്മുടെ ചെറിയുള്ളി എല്ലാം അരിഞ്ഞിട്ട് ഒന്ന് തൂമിച്ചെടുക്കുന്നതാകും അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി നമുക്ക് ഇത് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി വരേണ്ട ആവശ്യമുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് കുക്കാവണം, അല്ലെങ്കിൽ നമ്മൾ കടിക്കുമ്പോൾ ആ ഒരു പച്ച ടേസ്റ്റ് നമുക്ക് കിട്ടും. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഒരു 2 മിനിറ്റ് പാലൊക്കെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മൈദപ്പൊടി ചേർക്കണം. 1 ടീസ്പൂൺ അളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം കോൺഫ്ലോർ ചേർക്കാം. പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് മൈദപ്പൊടിയാണ് ചേർക്കാറ്. ഈ മൈദപ്പൊടിയിലേക്ക് നമുക്ക് ഒരല്പം പാല് കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതിലേക്ക് നേരിട്ട് പൊടി ഇട്ട് കഴിഞ്ഞാൽ ആകെ കട്ട പിടിച്ചു പോകും. ഇത് പാലൂദ എന്നുള്ള പേരിലാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് അറിയപ്പെടൽ. സാധാരണ മൈദപ്പൊടി തന്നെയാണ് ചേർക്കൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഇതിനായിട്ട് ചേർക്കാം. നമുക്കതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. പണ്ടൊന്നും ഈ കോൺഫ്ലോർ ഒന്നും അധികം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ വല്യമ്മമാരൊക്കെ ആ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് മൈദപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മൈദപ്പൊടി തന്നെ ചേർത്ത് കൊടുത്തത്. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ മെയിനായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിനേക്കാളും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ചെറിയുള്ളിയാണ് ഇതിലേക്ക് നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ചേർക്കാറ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ ഒന്നും കൂടെ നന്നായിരിക്കും. അപ്പോൾ മൈദപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇത് അല്പം ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് കുടിക്കാൻ ഇഷ്ടമെങ്കിൽ കൂടുതൽ നേരം ഒന്ന് തിളപ്പിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പാലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ചൂട് മാറിയതിന് ശേഷം നമുക്കിത് കഴിക്കാം. തണുപ്പിച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. പക്ഷെ നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ തണുപ്പിക്കാത്ത ഐറ്റംസ് കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്. അപ്പോൾ ആരും തണുപ്പുള്ള ഐറ്റംസ് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കരുത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്